ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഈ അടുത്ത് ഒരു ബസ്സിലെ സെൽഫി കാരണം രണ്ടാളെ ലൈഫ് പോയി. ഒരാളുടെ മനഃപൂർവ്വം അറിഞ്ഞും കൊണ്ട് തന്നെ പോയത്. മറ്റേ ഒരു സെൽഫി എടുക്കലും പിന്നെ അതിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കലും പബ്ലിസിറ്റി ചെയ്യലും ഒക്കെ പാടായപ്പോൾ മറ്റാൾ ആത്മഹത്യം ചെയ്തു, ഇയാൾ ജയിലിലും പോയി. ആൾക്ക് ജാമ്യമൊക്കെ കിട്ടിക്കണു. പക്ഷെ ഞാനത് പറയാൻ വന്നതല്ല. ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാ അറിയോ? ഇപ്പൊ അതിന്റെ വേറൊരു വേർഷൻ ഇറങ്ങിക്കണു. എന്ത്? ഒരു കൈതപ്പുറത്തുള്ള യാത്ര ജോർദാനിൽ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്. സംഭവം ഞാൻ പറയുമ്പോൾ തന്നെ ഏറെക്കുറെ നിങ്ങൾക്ക് പിടുത്തം കിട്ടി കാണും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ആളെ ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും. നല്ല പേരും വെച്ചിട്ട് അങ്ങനെ ബദറില് ചൈത്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം. അതിന്റെ വേറെ വഴിയില്ല എനിക്ക്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് പിന്നെ നിങ്ങളുടെ അറിവോടെ തന്നെയാണ്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് പിന്നെ എന്താ പറയാ, അത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ മുന്നിലുള്ള വഴി എന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം. എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാ പിന്നെ ഇജ്ജ് പറയണ്ട. ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാര്യ ചിരിച്ച നല്ലൊരു അനുഭവം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. സംഭവം എന്താ മനസ്സിലായി നമുക്ക്? ജോർദാനിക്ക് പിന്നെ ഒറ്റയ്ക്കൊരു യാത്ര പോയതാണ്. അപ്പൊ വേറെ പല കൺട്രീസ് പോയിട്ടും ഇത് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ജോർദാനിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഓള് കരയാണോ ചിരിക്കുകയാണോ യാതൊരു പിടുത്തമല്ല. രണ്ടായാലും എന്തോ മറ്റേ ഭയങ്കര ഇടങ്ങേറുള്ള മാതിരിയാണ് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോണത് ഇത് കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. അപ്പൊ അധികമായിട്ട് കാണുന്ന ഒരു വിഷയമാണിത്. എന്ത്? പിന്നെ പെണ്ണുങ്ങൾ എങ്ങോട്ടെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്താലോ അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വലിയൊരു തീരുമാനം എടുത്താലോ അതെന്താണെന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീയൊക്കെ ഏത് നൂറ്റാണ്ടിലാടാ ജീവിക്കുന്നത്? പെണ്ണിവിടെ ചന്ദ്രന് പോയി. എന്നിട്ടും ഇപ്പോഴും ആ 70-ലും 60-ലും കാലഘട്ടത്തിലാണ് ജീവിക്കണെന്നുള്ള ഒരു ചോദ്യം തിരിച്ചുണ്ടാവും. അത് കാരണം പലരും മുണ്ടൂല. ഇതുകൊണ്ടൊക്കെ തന്നെ പറഞ്ഞിരുന്ന പെൺകുട്ടികളെ എത്രയായാലും എത്ര തൻ്റെടല്ല പെൺകുട്ടികളായാലും ശരി, ചില ഏരിയകളിലും ചില ആളുകളുടെ ഇടയിലും പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതല്ലാതെ വേറെ ഒരു വഴിയില്ല, കുടുങ്ങിപ്പോയി, അതുകൊണ്ട് ഞാൻ പണ് സമ്മതിച്ചു കൊടുക്കുകയാണ് എന്ന് പറയല്ലാതെ ഒരു നിവൃത്തി ഉണ്ടാവൂല. എന്നിട്ട് അത് വീഡിയോ ആക്കി എടുത്തിട്ട് പിന്നെ ഇതിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഈ വീഡിയോയിൽ അവൻ പേര് പറയുന്നുണ്ട്, പിന്നെ അവന്റെ ഫേസ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം അതിൽ നടന്നു എന്ന് പറയാന്നല്ലാണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടുകുണിച്ച് കമന്റ് ഇട്ടോളിയും. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. അപ്പോൾ ഓളെ എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള മാതിരിയാണ്. അപ്പൊ എനിക്കിതിൽ ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ, ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടി, അവൾ അവിടുന്നൊക്കെ രക്ഷപ്പെട്ട് വന്നു. അവിടെ നിയമം ഉണ്ടല്ലോ, അതല്ലെങ്കിൽ അവിടെ നിയമം അറിയുന്ന ഒരു മലയാളികളെയും കാണാതിരിക്കൂലല്ലോ. അവരോട് ഈ വിഷയം ധരിപ്പിച്ചിട്ട് അവന്റെ പേരിൽ കേസ് എടുക്കണ്ടേ? ഇല്ല. അതെന്താ? നന്മയുള്ള ലോകമേ. എന്നിട്ട് അതിന് ശേഷം എന്തായി അറിയോ? അതും കാണിച്ചു തരാം. ഇതാ ഭയങ്കര ഡിഫിക്കൽട്ട് അത്രേ. അതിപ്പോ എന്താണെന്ന് ഓനോട് തന്നെ ചോദിച്ചോളാം. എനിക്ക് എന്നോട് പറയാനുള്ള കാര്യം എന്താ അറിയോ? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പഴയ ആളുകൾ പറയുന്നത്, ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഒരു യാത്ര പോവുകയാണെങ്കിലോ അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ ഇങ്ങനത്തെ ആളുകൾ ഓട്ടോമാറ്റിക്കായി അവിടെ ജനിക്കും. മനസ്സിലായോ? ചിലപ്പോൾ ഓൻ വലിയ മോശക്കാരനൊന്നും ആവൂല. ഓൻ ചിലപ്പോൾ ഇതിന്റെ മുമ്പ് ഒരു പെണ്ണിനോട് ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഓനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണ എന്താ അറിയോ? അവസരങ്ങൾ. ആ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് പറഞ്ഞാൽ ആകെ പ്രശ്നമല്ലേ? പഴയ ആളുകളായി, മൂല്യന്മാർക്ക് കുറ്റായി, അങ്ങനെ ഇത് പറയുന്ന ഗുരുനാഥന്മാർക്ക് കുറ്റായി, വീട്ടുകാർക്ക് കുറ്റായി, വീട്ടുകാരുടെ പേരിൽ കേസ് കൊടുക്കലായി. എന്നിട്ട് അവിടെ പോയിട്ട് പട്ടി മോങ്ങണമാതിരി നിന്ന് മോങ്ങും. എന്താ കാര്യം? ഒരു കാര്യമല്ല. ഈ മാനം നഷ്ടപ്പെട്ടാലും ജീവൻ നഷ്ടപ്പെട്ടാലും പിന്നെ അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. പണ്ടാരോ പറഞ്ഞ മാതിരി വിട്ട വഴി പിന്നെ ആന വലിച്ചാൽ കിട്ടൂല അറിയില്ലേ? അതേമാതിരിയാണ് പേടും. മനസ്സിലായോ? അതുകൊണ്ടാണ്. പക്ഷെ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ആദ്യം പറയാ? ചന്ദ്രനിക്ക് പോയില്ലേ? ചന്ദ്രനിൽ അവിടെ ആരും ശല്യപ്പെടുത്താനില്ല. ചന്ദ്രനിൽ ഇപ്പൊ ആരും അവിടെ പോയിട്ട് ഈ പോയ പെണ്ണിനെ ഇടങ്ങാറാക്കാനല്ല. ഇവരെ ഉദാഹരണക്കാരത്. ഇത് വേണ്ടാന്ന് പറഞ്ഞവനോ അഥവാ കെട്ടിയോനോ പറഞ്ഞേക്കണ വെച്ചെങ്കിൽ കെട്ടിയോ മോശം, ഈ വാപ്പയെ പറഞ്ഞേക്കണ വെച്ചെങ്കിൽ വാപ്പ പഴഞ്ചന്, ആങ്ങളെ പറഞ്ഞേക്കണ വെച്ചെങ്കിൽ ഇതിന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഇങ്ങനത്തെ ഉള്ള കുറച്ച് ഫെമിനിസ്റ്റുകളുണ്ട്. ഞാൻ ഇവളെ മാത്രമല്ല കേട്ടോ പറയുന്നത്. ഇപ്പൊ ഇവൾക്ക് ഇങ്ങനെ സാഹചര്യം ഉണ്ടായത് എന്താ? വേറെ ഒരുത്തിണ്ടായിരുന്നു, എന്താ അതിന്റെ പേര്, അവിടെ ഇവിടെയും പോയിട്ട് ചേട്ടാ ഒരു ലിഫ്റ്റ് തരുമോ, ഒരു ലിഫ്റ്റ് തരുമോ, ആ ലിഫ്റ്റ് കൊടുക്കും.
എന്നിട്ട് ചേട്ടാ കഴിക്കാൻ എന്തെങ്കിലും തരുമോ? ആ കഴിക്കാനും കൊടുക്കും. ചേട്ടാ ഞാൻ ഇവിടെ ഒരു ദിവസം നിന്നോട്ടെ? ആ നിന്നോ. ഇതിനൊക്കെ അവസരം ഓളെ അങ്ങോട്ട് പോയിട്ട് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് നേരം വെളുത്തിട്ടാണ് അവിടുന്ന് പോലീൻ്റെ മുന്നിൽ ലൈവും. എന്നെ അയാൾ ഇന്നലെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ കൊഞ്ഞനം കാട്ടി, ഇങ്ങനെ കണ്ണിറുക്കി കാണിച്ചു, എന്ത് മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് ആ നാടിനെ മുഴുവൻ പറയിപ്പിച്ചു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്നത് ആദ്യമേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ അടങ്ങിയിരിക്കണം, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ. പക്ഷെ ഇത്രയും ഒരു ലോങ് യാത്ര പോവുക, ഇങ്ങനെ മരുഭൂമി കൂടെ ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്ത സ്ഥലം, ആ സ്ഥലത്തൊരു കൈതപ്പുറത്ത് വേറൊരു കൈതനെയും കുട്ടിയും കൊണ്ടാണ് ഓള് പോണത്. എന്നിട്ട് ഓനിക്ക് തോണ്ടാനും പറ്റൂല, നുള്ളാനും പറ്റൂല. അതിപ്പോ നടക്കണ കാര്യമാണ്. ഓനിക്ക് 4 പുറം ആരലറ് വിളിച്ചാൽ പോലും അല്ലെ ഇവൾ എന്തെങ്കിലും ചെയ്താൽ പോലും ഒരാളും അറിയില്ല എന്ന് അത്ര ഉറപ്പുള്ളിടത്തുനിന്നാണ് ഓൻ ഈ ഇവള് ചെയ്തിക്കുണെച്ചെങ്കിൽ ഈ തോണ്ടലും മാന്തലും ഒക്കെ അവിടുന്നേ നടന്നിട്ടുള്ളൂ അല്ലെ. അതെന്തുകൊണ്ടാണ്? ഇവളെ വീട്ടിൽ വന്നിട്ട് നമുക്ക് കൈതപ്പുറത്തൊന്ന് പോകാം മരുഭൂമി കൂടെ എന്ന് ഓൻ പറഞ്ഞതല്ലല്ലോ. ഇത് അങ്ങോട്ട് വണ്ടി കയറി പ്ലെയിന് കയറി പോയിട്ട് ഓന്റെ കൈതപ്പുറത്ത് കയറിയിരുന്നതല്ലേ. അപ്പൊ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതന്നെ ജീവിതം. കാരണം എന്താ വെച്ചാൽ എല്ലാ കാലത്തും എല്ലാരെയും നന്നാക്കണം എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും നടക്കൂല. പിന്നെ എൻ്റെ ഈ ലൈവ് ഒന്നും ഓൻ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. എൻ്റെ ഈ വീഡിയോയും യൂട്യൂബും. ഇജിപ്പോൾ കേരളത്തിൽ ഇത്ര വലിയ ബോൾഡായിട്ടുള്ള പെണ്ണാണ്, ആന വന്നാലും നെഞ്ച് വിരിച്ച് നിൽക്കുന്ന പെണ്ണാണെന്നൊന്നും ഓനിക്കറിയില്ല. ചാത്തപ്പൻ എന്ത് മത്സര അതേമാതിരിയാണ്. ഓനിക്ക് പറയും ഇജ് വലിയ സെലിബ്രിറ്റിയാണ്, അന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ജപ്പ വീഡിയോ ഇടും, എന്നിട്ട് ഓനാകെ നാറ്റിച്ചു എന്നുള്ളത്. ഓനൊക്കെ കടന്നുറങ്ങണന്നെ ചിലപ്പോൾ കക്കൂസിലാക്കണം. ആ ഓൻ്റെ അടുത്ത് പിന്നെ നാറ്റത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമല്ല, സ്വന്തമായിട്ടാണ് നാറും. അതുകൊണ്ട് ഇനിയെങ്കിലും ആണിനെ പോലെ ഒറ്റയ്ക്ക് എങ്ങോട്ടും സഞ്ചരിക്കാം, എന്തും ചെയ്യാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പെണ്ണുങ്ങള്. ആ പെണ്ണുങ്ങളോടാ പറയുന്നത് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ തീരുന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ എന്നുള്ള നിലവിളി മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ ആ മരുഭൂമിയിൽ എന്താ ഒരാണാണെങ്കിൽ അങ്ങനെ ചെയ്തിക്കണ വെച്ചെങ്കിൽ ഉണ്ടല്ലോ ഇറങ്ങി അപ്പ ചെകിടെടുക്കൊന്ന് കൊടുക്കൂലേ അല്ലേ. ഇത് പെണ്ണിനെന്താ ചെയ്യുക? ഞാനിത് പെട്ടുപോയി, ഇനിയിപ്പോ ഇത് സഹിച്ചല്ലേ പറ്റുള്ളൂ, ഇനിയിപ്പോ ഞാൻ സഹിക്കുക, ഇനി ഞാനാണ്ട് സഹകരിക്കുക, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാ. പിന്നെ റൂമിൽ വന്നിട്ട് ഇതേമാതിരി ഇങ്ങനെ കരച്ചിലും പറച്ചിലും അതിന് കാണുമ്പോഴത്തിന് കുറെ ആളുകളത്ത് എന്തേ പറ്റി എനക്ക് സഹിക്കണില്ലല്ലോ ഞങ്ങൾക്ക് എന്നും പറഞ്ഞിട്ട് വരാനും ഉണ്ടാവും. പക്ഷെ ഈ മരുഭൂമിയിൽ ആരും വന്നില്ലല്ലോ. എൻ്റെ സബ്സ്ക്രൈബും വന്നില്ല, ഫോളോവേഴ്സും വന്നില്ല, എൻ്റെ ലൈക്ക് അടിക്കണവരും വന്നില്ല, നിരന്തരം ക്യൂട്ട് എന്ന് പറയുന്ന ഒരാളും വന്നില്ല. അതാ പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്കൊരു കാര്യബോധം വേണം. മനസ്സിലായോ? ഈ ഇപ്പം എന്തേ വിചാരിച്ച് ഈ ഇന്ത്യയിൽ തന്നെ നമുക്ക് മുഴുവൻ സ്ഥലത്ത് കൂടി പെണ്ണുങ്ങൾക്ക് ഒറ്റക്ക് പോകാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ടോ? ഈ കേരളം ഒന്നാണ് വിട്ടുനോക്കണ്ടേ, അല്ലെങ്കിൽ തമിഴ്നാടൊന്നാണ് മറികടന്ന് നോക്കണ്ടേ. അപ്പം അറിയാൻ പറ്റേണ്ടക്ക് യഥാർത്ഥ സ്വഭാവം. ആ സ്ഥാനത്താണ് ഇവൾ പ്ലെയിനും പിടിച്ചിട്ട് അങ്ങോട്ട് പോയി ഒരു കൈതപ്പുറത്തും കയറിയിരുന്നിട്ട് ഓനെയും കയറ്റിയിരുത്തിട്ട് അയ്യോ തോണ്ടണു എന്താന്റെ പേര് അതുള്ള അതിന്റെ നല്ല പേര് വെച്ചിട്ടാണ് ഈ കാട്ടുന്നത്. എന്താ കാട്ടണെന്നൊന്നും അതിൽ കാണുന്നില്ല കേട്ടോ. ഓള് പറയുന്നുണ്ട് ഇനിയിപ്പോ തൂങ്ങി മരിച്ചിക്കണോ വിഷം കുടിച്ച് മരിച്ചിക്കണോ എന്നൊന്നും അറിയില്ല. അങ്ങനെയാണെന്നിന്റെ ഇപ്പൊ ഇവളും പോകും ഒരു 28 ദിവസം റിമാൻഡില്. എന്തായാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് കണ്ടപ്പോ ഇങ്ങനെ പറയണമെന്ന് തോന്നി. ഇപ്പൊ കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യണ മനുഷ്യന്മാരാണ്. ആരോട് പറയാല്ലേ. ശരി എന്നാ, ഓക്കെ ബൈ.